5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. 24 ചാനലിൽ ഇന്നലെ ഹാഷിം ഇബ്രാഹിം താജിദിനുമായിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പിന്നെ മത്സ്യത്തൊഴിലാളികളെ നേതാവ് ഉണ്ടായിരുന്നു, എക്സ്പേർട്ടുകളുണ്ടായിരുന്നു, റെജി ലൂക്കോസും ഉണ്ടായിരുന്നു. നമ്മുടെ ഇടതുപക്ഷ ന്യായീകരണത്തിന് വേണ്ടി ന്യായീകരിച്ച് ഏത് കാര്യത്തെ ന്യായീകരിക്കുന്ന റെജി ലൂക്കോസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വളരെ രസകരമായ ചർച്ചയാണ് നടന്നത്. അപ്പോൾ നമ്മുടെ ഹാഷ്മി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് FIR എടുക്കുന്നില്ല? കൊച്ചിയിൽ അപകടമുണ്ടായി, MSC കപ്പലിൻ്റെ അപകടമുണ്ടായിട്ട് എന്തുകൊണ്ട് ഒരു FIR എടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, FIR എടുക്കാൻ ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള സംവിധാനമാണ്, നമുക്ക് അവകാശമില്ല, അധികാരമില്ല എന്നൊക്കെയാണ് റെജി ലൂക്കോസിൻ്റെ വാദം. എന്നാൽ റെജി ലൂക്കോസ് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കൂ, ചാറ്റ് GPT എടുത്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് വേണ്ട ബഹളമായിരുന്നു. അപ്പം ഞാനും ആ ചാനൽ ചർച്ചയിലുണ്ടായിരുന്നു. ഞാൻ ഉടൻ തന്നെ ചാറ്റ് GPTയും ഗൂഗിളും, എനിക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടിയ മറ്റൊരു പാനലിസ്റ്റിൻ്റെ പോയ സമയം നോക്കി ഞാനിതെല്ലാം നോക്കിയെടുത്തു. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് പിന്നെ ഇറ്റാലിയൻ കപ്പലുമായി ബന്ധപ്പെടുത്തിയ കേസ് എടുത്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ പിന്നെ 2016 ശേഷം 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശത്തേക്ക് നമുക്ക് കേസെടുക്കാം, FIR എടുക്കാം. മഹാരാഷ്ട്രയിൽ കേസെടുത്തിട്ടുണ്ട്, തമിഴ്നാട്ടിൽ കേസെടുത്തിട്ടുണ്ട്. എത്ര കേസുകളാണ് എടുത്തിട്ടുള്ളത്. ഈ കേസെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്നത്. എന്തായാലും വളരെ രസകരമായ ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് നമ്മളിപ്പോൾ കപ്പൽ അപകടങ്ങളെ സംബന്ധിക്കുന്ന 2012 എൻട്രിക്ക ലെക്സ് കേസ് വന്നു. ഞാൻ പറഞ്ഞ ഇറ്റാലിയൻ കേസ് വന്നു. 2012 ഫെബ്രുവരി 15 സംഭവിച്ച കേരള തീരത്തോട് മത്സ്യബന്ധനവുമായി ബന്ധപ്പെടുത്തി പോയപ്പോൾ അതിനകത്ത് 2 പേർ കപ്പൽ നമ്മളെ വെടിവെച്ചതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇറ്റാലിയൻ നാവികസേന തീപിടുത്തം നടത്തിയെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു കേസാണ്. അതിൽ നമ്മൾ എന്തെടുത്തു? FIR എടുത്തു, നമ്മൾ കേസെടുത്തു. അതുപോലെ തന്നെ 2013 MV സീമാൻ ഗാർഡ് ഒഹിയോ കേസെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കേസ് നമ്മൾ എടുത്തിരുന്നു. 12 എടുത്തു, 13 എടുത്തു. 2 വർഷത്തെ നമ്മൾ കേസെടുത്തിരുന്നു. മഹാരാഷ്ട്രയിൽ കേസെടുത്തിട്ടുണ്ട്, തമിഴ്നാട്ടിൽ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ കേസെടുക്കുക എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. മറൈൻ പോലീസും കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ നമ്മുടെ സാധാ പോലീസും ഒക്കെ ഇതിനകത്ത് കേസുകൾ എടുക്കാൻ പറ്റുന്ന ഒരുപാട് വകുപ്പുകളുണ്ട്. പരിസ്ഥിതിക്കുണ്ടാക്കുന്ന നാശത്തെ സംബന്ധിച്ച്, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെടുത്തി പരിസ്ഥിതി നിയമങ്ങൾ അനുസരിച്ച്, ഇന്ത്യൻ പൊല്യൂഷൻ ആക്ട് അനുസരിച്ച് കേസുകൾ എടുക്കാം. അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം അനുസരിച്ചുള്ള നമ്മുടെ സിവിൽ കേസ് അനുസരിച്ച് കേസ് എടുക്കാൻ പറ്റും. അങ്ങനെ വ്യത്യസ്ത തരത്തിൽ കേസുകൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ കേസെടുക്കാത്തതിന് നമ്മൾ പറഞ്ഞ ന്യായം, അതാണ് വളരെ രസകരമായ ന്യായം. ഒന്ന്, ഇന്നിപ്പോൾ അത് കേരള മോദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി കേസ് കൊടുത്താൽ കപ്പൽ കമ്പനി നമുക്ക് പതുക്കെ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ, നമ്മളുമായിട്ട് കേസ് നിൽക്കും. അപ്പോൾ കേസിൽ നിന്ന് കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുക പെട്ടെന്ന് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് കേസ് കൊടുക്കണ്ട. 2 പറഞ്ഞതാണ് ഏറെ വിചിത്രമായ കാര്യം. അദാനിയുമായി ഒരു ബന്ധമുണ്ട്, ഒരു ഷെയർ ഉണ്ടെന്നും പറയുന്നു. ബന്ധം എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബന്ധമുണ്ട് ഈ കപ്പലിന്, ഒരു സൗഹൃദ ബന്ധമൊക്കെ ഉണ്ട് ഈ കപ്പലിന്റെ കമ്പനിയുമായി. അതിപ്പോൾ ഒരു കപ്പൽ വ്യവസായ രംഗത്ത് നിൽക്കുന്ന കമ്പനികളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദ ബന്ധവും പിന്നെ ചിലപ്പോൾ ഷെയറും ഒക്കെ കണ്ടെന്നിരിക്കും എന്ന് വിചാരിച്ച് എല്ലാവരും നമ്മൾ ഭരണഘടനയ്ക്ക് താഴെയല്ലേ? അദാനി ആയാലും, ഞാനായാലും, നിങ്ങളായാലും, മുഖ്യമന്ത്രി ആയാലും, പ്രധാനമന്ത്രി, എല്ലാവരും ഭരണഘടനയ്ക്ക് താഴെയല്ലേ? ഈ രാജ്യത്തെ ക്രിമിനൽ പ്രൊസീജിയറിന് താഴെയല്ലേ? നമ്മുടെ സിവിൽ നിയമങ്ങൾക്ക് താഴെയല്ലേ? അതിന്റെ മുകളിൽ ആർക്കെങ്കിലും വല്ല അവകാശമുണ്ടോ? അപ്പോൾ കേസ് എടുക്കാതിരിക്കുക, അതിനെ ന്യായീകരിച്ച് വഷളാക്കുക, അങ്ങനെയാണ് ഇന്നലെ റെജി ലൂക്കോസിന്റെ പ്രകടനം കണ്ടത്. ആ 24 ന്യൂസ് ചാനൽ ഇന്നലത്തെ ചർച്ച പിന്നെ പ്രൈം ഡിബേറ്റ് ഒന്ന് കണ്ടു നോക്കുക. എത്ര മനോഹരമായ രീതിയിലാണ് നമ്മുടെ റെജി ലൂക്കോസ് കണ്ടം വഴി ഓടുന്നതെന്ന് നമുക്ക് കാണാൻ ഒരുപാട് സമയത്തിന്റെ ആവശ്യമില്ല. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. പറഞ്ഞ് അവസാനം ഫ്ലോറിഡയിൽ അദ്ദേഹം കപ്പലുകൾ കണ്ടുകൊണ്ടാണ് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു തള്ളുന്നത്. നമുക്ക് ന്യായീകരിക്കാം. അവസാനം അതിലാരും പറഞ്ഞില്ല കേരള ഗവൺമെന്റ് കുഴപ്പം കാണണമെന്നൊന്നും പറഞ്ഞു. പക്ഷെ നിങ്ങൾ എന്തിനാണ് കേരള ഗവൺമെന്റിനെ പറ്റി കുറ്റം പറയുന്നത്? പിണറായി വിജയൻ കുഴപ്പമാണോ എന്നൊക്കെ ഒരു പ്രിജുഡൈസിന് മുൻവിധിയോട് വന്നിരുന്ന് തർക്കിച്ച് വഴക്കുണ്ടാക്കി അവിടെ മെഴുകി വേണ്ട
ആള കൊള ചളമാക്കുന്ന കാഴ്ച നിങ്ങൾക്ക് 24 ന്യൂസിൽ കാണാവുന്നതാണ്. തീർച്ചയായും എല്ലാവരും കാണുക. മനോഹരമായിരുന്നു നമ്മുടെ റെജി ലൂക്കോസിന്റെ കണ്ടം വഴിയുള്ള ഓട്ടം.